മൊബൈൽ ഫോണിൽ റമ്മി കളിച്ച് പണം മുഴുവൻ നഷ്ടപ്പെടുത്തിയെന്നും സ്ഥാപന ജംഗമ വസ്തുവകകൾ മുഴുവൻ വിറ്റുതുലച്ചെന്നുള്ള പേരുദോഷത്താൽ അപമാന ഭാരവും പേറി ഒരു കുടുംബം അടച്ചിട്ട മുറിക്കുള്ളിൽ കഴിയുമ്പോഴും ആരോടും ഇവർ പരാതി പറഞ്ഞില്ല. മറ്റുള്ളവരുടെ ശകാരങ്ങളും പരിഹാസങ്ങളുമാണ് അതിലേറെ ഈ കുടുംബത്തെ വേദനിപ്പിച്ചത്. വട്ടമല ഗ്യാസ് ഏജൻസിക്ക് സംഭവിച്ചത് എന്താണ്? മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥയിലൂടെ വാഴൂരുകാരെ മുഴുവൻ കണ്ണുകെട്ടി കള്ളക്കഥ പ്രചരിപ്പിച്ച ഈ ബുദ്ധി ആരുടേതാണ്? ഈ കുബുദ്ധി ആരുടേതാണ്? വട്ടമല ഗ്യാസ് ഏജൻസി നിന്നു പോകുവാൻ കാരണം എന്താണ്? 6 കോടി രൂപയോളം വില വരുന്നതാണ്. മതിപ്പുവില ഇപ്പോഴത്തെ നിലവിൽ മതിപ്പുവില 6 കോടിക്ക് മേളിലുണ്ട്. അപ്പോൾ അത് ഏകദേശം 33,89,000 രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ഇവൻ കൈക്കലാക്കിയിരിക്കുന്നത്. ഗ്യാസ് ഏജൻസിയെ സംബന്ധിച്ചില്ല, അവർക്ക് എന്തോ ഒരു തട്ടുകേട് സംഭവിച്ചു. കാരണം അവർക്ക് പൈസ ഇല്ലാതെ പോവുകയും ഗ്യാസിനും പൈസ അടയ്ക്കാൻ സാധിക്കാതെ വന്ന ഒരു സാഹചര്യമാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഗ്യാസ് ഏജൻസി പോയത്. എന്താണ് അതിനകത്തെ കാര്യം എന്ന് നമുക്കിതുവരെ സാധിച്ചില്ല. ബാങ്ക് ലോണാണോ പെൻഡിങ് എന്താണെന്ന് അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഗ്യാസ് ഏജൻസി ഇവിടെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ആളുകൾ വന്നപ്പോൾ പോലും അവരിതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടോയെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഗ്യാസ് ഏജൻസിയുടെ കാര്യം. ആൾക്കാരെന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റിമി കളിച്ച് പോയെന്നാണ് ആൾക്കാർ പറയുന്നത്. പൊതുവിൽ പറയുന്നതെല്ലാം ഇങ്ങനെ പറയുന്നത്. പക്ഷേ അത് നമുക്ക് അതിനെക്കുറിച്ചൊരു പറയാനൊക്കത്തില്ല. എന്നാണെന്ന് പക്ഷേ ഇത് സംഭവം. പക്ഷേ പൈസ പലിശയ്ക്ക് എടുത്തത് അത് ഉള്ളതാണ്. പക്ഷെ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു ഭയങ്കര അവസ്ഥയായി. അവരുടെ എന്തോ ഒരു തട്ടുകേട് വന്നോ ആ ഒരു സംഭവത്തിനകത്ത് ഉറപ്പായിട്ടും നമുക്കറിയാമല്ലോ. നാട്ടുകാരെ സംബന്ധിച്ചോളം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. പക്ഷേ അവർ നല്ലൊരു ആൾക്കാരാണ്. പക്ഷേ അത് നമുക്കറിയാം. നമുക്ക് എന്നോട് അങ്ങനെയല്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നു ഇപ്പം ആൾക്കാർ പറയുന്നത് അവരങ്ങനെ എന്നാ പറ്റി, അവർക്ക് എന്നാ കാര്യം, അവർക്കൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. 2016 ഞങ്ങൾക്കൊരു ഗ്യാസ് ഏജൻസി ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുന്നത്. അപ്പം ഗ്യാസ് ഏജൻസി 2016 ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്തു. ഈ ഗ്യാസ് ഏജൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ പേരിലായിരുന്നു ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നത്. അനിയനെ ഇതിന്റെ ലൈസൻസ് ഇതിന്റെ പണിയെല്ലാം തീർക്കുന്നതും അനിയനുണ്ടായിരുന്ന സമയത്താണ്. അനിയന് ക്യാൻസർ വന്ന് മരിക്കുന്ന സമയത്ത് ഗ്യാസ് ഏജൻസിയുടെ പണിയെല്ലാം കഴിഞ്ഞു, പക്ഷെ കമ്മീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്യാസ് ഏജൻസി ഓപ്പൺ ചെയ്യാനായിട്ട് വീണ്ടും ഒരു വർഷത്തോളം സമയം എടുത്തിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റേഷൻ എല്ലാം പിന്നെയും ഒന്നേ തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 2015 തുടങ്ങേണ്ട ഗ്യാസ് ഏജൻസി 2016 തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഗ്യാസ് ഏജൻസി തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇതുപോലൊരു അസുഖമായിട്ട് ഒരു ആശുപത്രി കയറുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ ഭയങ്കര ഭീമമായിട്ടുള്ള ചിലവാണ്. അപ്പോൾ അവിടെ തൊട്ട് മാത്രമല്ല ഗ്യാസ് ഏജൻസി തുടങ്ങിയ ഏതാണ്ടൊരു 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഗ്യാസിന്റെ സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ഗ്യാസിന് കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഏജൻസി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, CC ഓടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം പലിശ. അപ്പം അത്യാവശ്യം സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ. അപ്പം 2023 ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് സാമ്പത്തികമായിട്ട് വന്നപ്പോഴാണ് വീടിനോട് ചേർന്ന് ഒരു 10 സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം ആ 10 സെന്റ് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ബാങ്കിലെ ബാധ്യതയും തീർക്കാം, അത്യാവശ്യം പുറംകടമുള്ളതും തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് 10 സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിന് പ്രകാരം ഈ സ്ഥലം ഞങ്ങൾ അങ്ങനെയാണ് ജയരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സ്ഥലക്കച്ചവടമായിട്ട് വരുന്നത്. ജയരാജിനായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ആ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് 2023 ജൂൺ മാസം 27-ാം തീയതിയാണ് ആ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. സെന്റിന് 7.5 ലക്ഷം രൂപ വെച്ച് 10 സെന്റ് സ്ഥലം വിൽക്കാനാണ് തീരുമാനിച്ചത്. അതിന്റെ എഗ്രിമെന്റ് ഉണ്ട്, എഗ്രിമെന്റ് ഇരിപ്പുണ്ട്, കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. അതും പ്രകാരം ജയരാജ് എന്ന വ്യക്തി 25 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നൽകുകയും ചെയ്തു. അപ്പോൾ ആ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ മുൻപറ്റ് എന്നുള്ള രീതിയിൽ, അതായത് നേരത്തെ ജയരാജിന്റെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിരുന്നു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയുടെ പലിശയും കൂടെ ചേർത്ത് 10 ലക്ഷം രൂപ കുറച്ച് 15 ലക്ഷം രൂപയുടെ ചെക്കാണ് എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തരുന്നത്. സ്ഥലം തീരെ എഴുതേണ്ട സമയം ആയപ്പോഴാണ് ജയരാജിന് സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാങ്കിൽ പേയ്മെന്റ് എല്ലാം മുടങ്ങി.
അങ്ങനെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. പൈസയ്ക്ക് യാതൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ജയരാജ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു പൈസ റെഡിയാക്കാം, ഈ പറഞ്ഞ സ്ഥലം ജയരാജിന്റെ പേർക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചു. അപ്പോൾ കേസ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൽ വലിയ മുൻകൈ എടുത്തില്ല. പക്ഷേ ഇവിടെ ഒരു ദിവസം ഞാനോ അമ്മയോ ഒന്നും അറിഞ്ഞില്ല. ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയി വാഴൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവന്ന് 10 സെന്റിന് പകരം 20 സെന്റ് സ്ഥലം തീരെഴുതി മേടിച്ചു. ഇത് എഴുതി ഒപ്പിട്ട് വന്നത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇത് ഞങ്ങൾ അറിയുന്നത് 20 സെന്റ് സ്ഥലം തീരെഴുതി. പക്ഷേ അതിനുശേഷം ഈ സാമ്പത്തിക ഡേറ്റ് മാറാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്ത് മുന്നോട്ടൊരു ഓഫർ വെച്ചു. വീടും സ്ഥലം എഗ്രിമെന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ആവശ്യത്തിനുള്ള പൈസ, പുറത്ത് കൊടുക്കാനുള്ള പൈസയും എല്ലാം റെഡിയാക്കി തരാമെന്നുള്ളൊരു വ്യവസ്ഥ വെച്ചു. അങ്ങനെ ഒരു വ്യവസ്ഥയുടെ പുറത്ത് ഈ വീടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ മൊത്തം 86 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് ഒരു 20 സെന്റ് സ്ഥലം ഷാജി എബ്രഹാം എന്നുള്ള ആളുടെ പേരിലും ബാക്കിയുള്ളത് ജയരാജിന്റെ പേരിലും എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും എഗ്രിമെന്റ് എഴുതാനെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോയത് അച്ഛനെ. പക്ഷെ അവിടെ ചെന്നവർ തീരാധാരമാണ് എഴുതി മേടിച്ചത്. അവൻ ഈ എഴുതി തന്നിരിക്കുന്ന കണക്ക് പ്രകാരം 3,25,05,000 രൂപ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് അവന് വരുത്തി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പൈസ 33,89,000 രൂപയാണ്. അതിന് കൃത്യമായിട്ടൊക്കെ കണക്ക് രേഖകളുമുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഈ 3,25,50,000 രൂപ അവന് സ്ഥലം എഗ്രിമെന്റ് വെച്ച 1,25,00,000 രൂപ കുറച്ചിട്ട് ബാക്കി 2,50,000 രൂപ അവന് തിരിച്ചു കൊടുക്കണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അതിപ്പം പൊതുജനങ്ങൾ മുഴുവൻ പറയുന്നത് റമ്മി കളിച്ച് നിങ്ങൾ പണം നഷ്ടപ്പെടുത്തി ബിസിനസ് തകർന്നു പോയെന്നുള്ളതാണ്. അങ്ങനെയാണ് പറഞ്ഞ് പരിശീലിപ്പിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. റമ്മി കളിച്ച് പൈസ പോയതല്ല. കാരണം റമ്മി കളിച്ച് പൈസ പോയതാണെന്ന് വരുത്തി തീർത്താൽ മാത്രമേ അവർക്ക് ഇതുപോലെ ഒരു കണക്കുണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പൈസ തന്നിട്ടുണ്ടെന്നും പൈസ കൊണ്ടുപോയി കളഞ്ഞ് എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞെന്ന് പറയണ്ടേ. ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതും എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്. ഓൺലൈനിൽ റമ്മി കളിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടല്ലേ പൈസ അടയ്ക്കാൻ പറ്റും. എല്ലാത്തിനും ഫുൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞതിന്റെ, അവൻ തന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കയ്യിലുണ്ട്. ഓൺലൈനിൽ പൈസ കളയണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കണം. ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫുൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിന്റെ. കാരണം ഞാൻ ഈ റമ്മി കളിച്ച് പൈസ കളഞ്ഞു എന്ന് വരുത്തി തീർത്താൽ മാത്രമേ അവർക്ക് നിലനിൽക്കുള്ളൂ. കാരണം ഇത്രയും പൈസ ഇവിടെ തന്നതായിട്ടാണ് ഇവൻ ഇത്രയും അല്ല, ശരിക്കും പറഞ്ഞാൽ 5 കോടി രൂപയോളം തന്നിട്ടുണ്ടെന്നാണ് പലരുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പൈസ ഇവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റമ്മി കളിച്ച് കളയാനല്ല പറ്റത്തുള്ളൂ. ഇവിടെ അത് മാത്രമല്ല, റമ്മി ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ ഒരു കാര്യം പറയും. ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്താണ് ഒരു ദിവസം പുറത്ത് പുറംകട ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കുറച്ച്. അപ്പം ഈ പൈസ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ. അത് അനിയന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ വന്ന കടങ്ങളാണ്. അവിടെ തൊട്ടേ കടമുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം വിൽപ്പനയ്ക്ക് ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് ഭീമമായിട്ടുള്ള ഒരു കടമില്ലായിരുന്നു. 10 സെന്റ് കൊടുത്താൽ തീരാവുന്ന കട ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് 10 സെന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. പൈസ കൊടുക്കാനുള്ളവർക്ക് ഒരു അവധി മേടിക്കണം. അപ്പം ജയരാജ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായമാണ്, ചേട്ടനൊരു കാര്യം ചെയ്യ്, ഈ പൈസ കൊടുക്കാനുള്ളവരുടെ അടുത്തെല്ലാം ചെന്നിട്ട് പറ മകനൊരു അബദ്ധം പറ്റിയതാണ്, പൈസ തരാനുള്ളത് ഞാൻ തന്നോളാം, അവനൊരു അബദ്ധം പറ്റി, ചീട്ട് കളിച്ച് പൈസ കവറായി പോയി എന്ന് എല്ലായിടത്തും ചെന്ന് പറയണമെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിത് അറിഞ്ഞില്ല. ഞങ്ങൾ 3 പേരും കൂടെ ചെന്ന് പറയണമെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജയരാജ പറയത്തില്ല, അങ്ങനെ ഇതിന് മാത്രം പൈസ ഒന്നും അവൻ കളഞ്ഞിട്ടില്ല. പൈസ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ പോയത് ഞങ്ങൾക്ക് ഒരുപാട് വെളീശ കുറച്ച് കടമുണ്ട്, ഞങ്ങൾക്ക് ഇതിന്റെ പലിശ കൊടുത്താണ് ഞങ്ങൾ മുടിഞ്ഞത്, കൂടുതലും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പം പുള്ളിക്ക് പുള്ളി അന്നേരം പുള്ളിയുടെ മുഖഭാവം എല്ലാം മാറ്റി. അങ്ങനെ പറഞ്ഞ പൈസ തന്നവരൊക്കെ പിണങ്ങുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉള്ള കാര്യമല്ലേ പറയുന്നത്, പലിശ കൊടുത്തു, പൈസ തന്നു, പലിശ കൊടുത്തു, അതുള്ള കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക്. അന്നേരം ഇവനും വിടിയില്ല, ഇവൻ എറണാകുളത്ത്. അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ
പൈസ കൊടുക്കാനുള്ളവരുടെയൊക്കെ കൊടുത്തില്ലെങ്കിൽ എവിടെ പോയി പാത്തിരുന്നാലും അവിടെ ചെന്ന് വലിച്ചിങ്ങോട്ട് ഇറക്കും എന്നൊക്കെ എന്നോട് ഭീഷണി തരത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു തള്ളയാണല്ലോ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭീതി ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. എവിടെ പോയി പാത്തിരുന്നാലും പൈസ കൊടുക്കാനുള്ളവർ അവിടെ ചെന്ന് ഇങ്ങോട്ട് വലിച്ചിറക്കി പൈസ മേടിക്കും. ഞാൻ ചോദിച്ചു കയ്യിലില്ലാത്ത മേടിക്കാനോ പോകും. അന്നേരം ബാക്കി കാര്യം അവർ ചെയ്യുമെന്ന്. ഇത് ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു കള്ളക്കണക്കാണെന്ന് മാത്രമല്ല, ഈ ജയരാജ് എന്ന് പറയുന്ന വ്യക്തി എഴുതി മേടിച്ചിരിക്കുന്ന ഈ സ്ഥലം നിലവിൽ കോടതി കേസുള്ളതാണ്, ബാങ്ക് ബാധ്യതയുള്ളതാണ്. അപ്പൊ ഈ കേസിലും ബാങ്ക് ബാധ്യതയിലും കിടക്കുന്ന സ്ഥലം എങ്ങനെയാണ് രജിസ്ട്രാർ ഓഫീസിൽ തീരാധാരം രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് ആരെയൊക്കെ ഏതായാലും സാധാരണ ഗതിക്ക് ഒരു രജിസ്ട്രാർ ബാധ്യതയോ അല്ലെങ്കിൽ കേസോ ഉള്ള ഒരു വസ്തു രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കോട്ടയം സബ് കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്, കാഞ്ഞിരപ്പള്ളി മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് കിടപ്പുണ്ട്. അതുകൂടാതെ ബാങ്ക് ബാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ജയരാജ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരിക്കുന്നത്. അതും വാടൂര് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ വരുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ടാണ് രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരിക്കുന്നത്. കാരണം കാഞ്ഞിരപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ് ഏജൻസി ലാഭത്തിലോട്ടായി വരുന്നത്, ഗ്യാസ് ഏജൻസി തുടങ്ങിയ ഒരു 3 വർഷത്തിന് ശേഷമാണ് ഗ്യാസ് ഏജൻസി ലാഭത്തിലേക്കായിട്ട് വരുന്നത്. ഒരു 3 വർഷം കഴിഞ്ഞ് 4 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും കണക്ഷൻ 4000 ആയി. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും 6000-നടുത്ത് കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ ആയായിരുന്നു. അപ്പോൾ അത്രയും ഗ്യാസ് കണക്ഷൻ ഉള്ള ഒരു ഏജൻസി നടത്തണമെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ അതിനായിട്ട് പുറത്തുനിന്ന് നമ്മൾ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിരുന്നു പലിശയ്ക്ക്. അപ്പം ഈ പൈസ എല്ലാം കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം വിൽക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ സ്ഥല വിൽപ്പന നടന്നുമില്ല. പിന്നെ ഈ പുറത്തുള്ളവർക്ക് പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ജയരാജിന്റെ പൈസ മേടിക്കുമായിരുന്നു. അത് ഈ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമേ തികയത്തുള്ളായിരുന്നു. ജയരാജ് എന്ന് പറയുന്ന വ്യക്തി തന്ന പൈസ മൊത്തത്തില് 33,89,000 രൂപ. നിലവില് ബാങ്കിൽ ബാധ്യതയുള്ളതും കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുമായിട്ടൊരു സ്ഥലം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രാറെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കാൻ, തീരാധാരം എഴുതി മേടിക്കാനായിട്ട് സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് നിലനിൽക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയെ സമീപിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. മാസം 1-ാം തീയതി ഇപ്പോഴും കൃത്യ ഡേറ്റ് തുറക്കുന്നത്. ഒരു 9 ലക്ഷം രൂപ തെക്കേത്ത് കവല SBIയുടെ ബ്രാഞ്ചിൽ നിന്ന് എന്നെ കൊണ്ട് പിന്നെ അത് പോകുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ആ വൈദ്യശാല വിശ്വമൈതന്റെ വൈദ്യശാല മരുന്ന് മേടിക്കണം, എനിക്ക് പരിചയമില്ല, ചേട്ടനും കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്ന് വൈദ്യശാല കയറി, ശരിയാ വൈദ്യശാല കയറി ഏണ്ടൊക്കെ മരുന്ന് മേടിച്ചു. അപ്പൊ ഞാൻ വൈദ്യനെ കാണാനായിട്ടാണ് പോയി. താഴെ ട്രെയിനിൽ പുള്ളി വയ്യാതെ കിടക്കുക. അപ്പൊ ഈ പുള്ളി ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ആ പുള്ളി ആ വൈദ്യശാലയുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്, ആ വൈദ്യശാല അറിയത്തില്ലെന്ന് പറയുന്നത് വെറുതെയാണ്, എന്തെങ്കിലും ഉടായ്പിലാണ് വിളിച്ചോണ്ട് പോകുന്നത്, ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് വൈദ്യശാലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇവിടെ തെക്കേത്ത് കൊല്ലം ഒന്ന് പോകണം, കാര്യം പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്തിനാ അവിടെ അത്യാവശ്യമുള്ളൂ, 5 മിനിറ്റ്. ഞാൻ പറഞ്ഞു ജയരാജ് എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ ആവശ്യമുണ്ട്, ഞാൻ വരികയല്ല. ഇല്ല ഇപ്പം വിട്ടേക്കാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് എന്നെ തെക്കേത്ത് SBI കൊണ്ടുവന്നു. ബ്രാഞ്ചിൽ കൊണ്ടു. ചേട്ടാ കഴിച്ചു ജയരാജ് എന്തിനാ ഒന്ന് കയറിച്ച് പോകാം. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ചേട്ടാ ഇതൊന്ന് ഒപ്പിട്ട് ഈ പൈസ മേടിച്ചോളാം, അവർക്ക് മേടിക്കാൻ മതി. ഒരു ചെക്ക് എഴുതി, പിന്നെ അവൻ്റെ ഭാര്യയുടെ ചെക്കാന്ന് തോന്നുന്നു, അവൻ്റെ ഭാര്യയുടെ ചെക്ക എഴുതി തന്നു. എന്നിട്ട് അവൻ്റെ ഇപ്പം എനിക്ക് ആധാർ കാർഡ് ഒന്നും ഇല്ലാതെ ഞാൻ പോകുന്നത്. അപ്പം ആധാർ കാർഡൊക്കെ അവൻ ജയരാജിൻ്റെ ഉണ്ട്, ജയരാജിനുണ്ട് ആധാർ കാർഡ്. അപ്പം കൗണ്ടറിൽ നിന്ന് ആധാർ ചോദിച്ചപ്പോൾ ജയരാജ് എടുത്ത് കാണിച്ചു. അപ്പം ഞാൻ ആ ചെക്കിന് പുറത്ത് ഒപ്പിട്ട് കൊടുത്ത് 9 ലക്ഷം രൂപ ജയരാജ് മേടിച്ചു. അപ്പം പൈസ എനിക്ക് തന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴൊന്ന് ജിത്തിനോട് പിടിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ജിത്ത് പറഞ്ഞത്, അച്ഛൻ ആ പൈസ അച്ഛന് നന്നായിട്ട് രേഖ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് ഓരോ അളവ് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന വഴിക്കെല്ലാം ഭീഷണി സ്വരത്തില്ല സൗണ്ട് അവൻ അറിയത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അവൻ പറയും, ചേട്ടാ എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ കൂടെ പറയുന്നതാണ്. അന്ന് ഭീഷണിയുടെ രൂപത്തിൽ സംസാരിക്കുള്ളൂ. 2024 നവംബർ മാസത്തിൽ കൊട്ടമല ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ഗ്യാസ് ഏജൻസിയുടെ കണക്കുകളും മറ്റും നോക്കാനും GSTയുടെ രജിസ്ട്രേഷൻ റിവോക്കേഷൻ ചെയ്യാനുമായിട്ടാണ് വന്നത്. അതിനുശേഷമാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഒരാൾ ഏകദേശം 20 സെൻറ്റ് സ്ഥലവും മറ്റേയാൾ 66 സെൻറ്റിനുള്ള സ്ഥലവും എഴുതി വാങ്ങിച്ച് ഇവരെ കടക്കണിയിൽപ്പെടുത്തി ഇവർക്ക്
വാടകയ്ക്ക് ഉള്ള വാടക ചീട്ട് വരെ എഴുതി വാങ്ങിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അതായത് ഇവർക്ക് ഏകദേശം ഒരു 33,89,000 രൂപ ഈ ജയരാജ് എന്ന് പറഞ്ഞ വ്യക്തി നൽകിയിട്ടുള്ളൂ. അത് പിന്നെ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയാണ് 20 സെന്റ് സ്ഥലം എഴുതി വാങ്ങിച്ചത്. അദ്ദേഹം 22,50,000 രൂപയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇവർ ഭീമമായ തുക ഇവർക്ക് നൽകിയെന്ന് അവിടെ രണ്ടുപേരും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. അത് ആ കിട്ടിയ കാശ് ഇവരുടെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മകനും ഓൺലൈൻ റമ്മിയും മറ്റും കളഞ്ഞു എന്നുള്ളതാണ് അവർ നാട്ടുകാരെ മൊത്തം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഞാനും അതുപോലെയാണ് ആദ്യം വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ഈ രേഖകൾ മൊത്തം പരിശോധിച്ചതിൽ നിന്നാണ് ഓൺലൈൻ റമ്മിയിലേക്കോ മറ്റ് ഗെയിമിൻ്റെ ഏതൊരു ഗെയിമിലേക്കോ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടില്ല എന്നും ഇവർ ഈ പൈസ മൊത്തം പലിശ കൊടുത്ത് മറ്റുള്ളവർക്ക് പലിശ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു മാസം ഇവർക്ക് 6.5 ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെ കൊടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കണക്കെല്ലാം നോക്കിയത് പ്രകാരം ഇവർ യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഷാജി എബ്രഹാം, വടവാതിലുള്ള ഷാജി എബ്രഹാം, പിന്നെ ജയരാജിൻ്റെ ഭാര്യ, ഇവരാണ് ഞാൻ പരിശോധിച്ചതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 10 സെന്റ് സ്ഥലം വിറ്റാൽ തീരുന്ന കടമേ ഇവർക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇവർ കണ്ടമാനം പലിശയ്ക്ക്, അതായത് ഇവരുടെ മീറ്റർ കണക്കിനുള്ള പലിശയാണ് ഈ പറഞ്ഞ ബ്ലേഡുകാർക്ക് എല്ലാം. അപ്പോൾ ആ രീതിയിലുള്ള പലിശ കൊടുത്തിട്ടാണ് ഇത്രയും പൈസ ഇവർക്ക് കടമായിട്ട് വന്നിട്ടുള്ളത്. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം പരിശോധിച്ചതിൽ നിന്നും കൃത്യമായിട്ട് ഷാജി എബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തി 22,50,000 രൂപ മാത്രമാണ് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ക്യാഷായിട്ട് 1 രൂപ പോലും നൽകിയിട്ടില്ല. ജയരാജ് എന്ന വ്യക്തിയും അയാളുടെ ഭാര്യയും കൂടി 33,89,000 രൂപയാണ് നാളിതുവരെ ബാങ്ക് ഇടപാട് വഴി നൽകിയിട്ടുള്ളത്. ക്യാഷായിട്ട് 1 പൈസ പോലും നൽകിയിട്ടില്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവിടെ ഉണ്ട്. ജയരാജിൻ്റെ ഭാര്യ എന്നിവർ കൂടി ഏതാണ്ട് 66 സെന്റ് സ്ഥലമാണ് തട്ടിയെടുത്തത്. ഏകദേശം അതിന് 6 കോടി രൂപയോളം വില വരുന്നതാണ്. മതിപ്പുവില ഇപ്പോഴത്തെ നിലയിൽ മതിപ്പുവില 6 കോടിക്ക് മേളിലുണ്ട്. അപ്പോൾ അത് ഏകദേശം 33,89,000 രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ഇവൻ കൈക്കലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാജിക്ക് 20 സെന്റ് സ്ഥലം, 20 സെന്റ് സ്ഥലത്തിന് 1,60,00,000 രൂപ മതിപ്പുവിലുണ്ടായ ഏകദേശം ഇന്നത്തെ ഒരു ഇതിൽ. അപ്പം അവന് 22,50,000 രൂപ മാത്രം നൽകിക്കൊണ്ടാണ് ആ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നത്. ഈ കുടുംബത്തെ പറ്റിയും ഇവരുടെ ആൾക്കാരെ പറ്റിയും വർഷങ്ങളായിട്ട് അറിയാവുന്നതും നേരിട്ട് പരിചയമുള്ളവരുമായിട്ട് നല്ല നിലയിൽ ജീവിച്ചു പോകുന്നൊരു കുടുംബമാണ്. അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ബിസിനസ് ആരംഭിച്ചു. ഈ ബിസിനസ് ആരംഭിച്ചതോടുകൂടി ഇവരെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഏതായാലും ഇവരാകമാനം വിഷമത്തിലായി തീർന്നിരിക്കുകയാണ്. തിരക്ക് വന്നപ്പോൾ പലരും ഇവരെ വഞ്ചിച്ചതായിട്ടാണ് അറിവ്. പല ഇടപെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇവരെ വഞ്ചിച്ചതായിട്ടാണ് അറിയുക. പാവങ്ങളായി പോയതുകൊണ്ട് ആ വഞ്ചനയ്ക്ക് ഇവർ വിധേയരായി തീരുകയും ചെയ്തു. അതേപ്പറ്റി ഇതിൻ്റെ ഒരു സാക്ഷിയായി നിന്നിരിക്കുന്ന ഞാനാണ് സെൻറ്റിന് 7 ലക്ഷം രൂപ വില വെച്ചാണ് എഗ്രിമെൻറ്റിൽ എഴുതിയതും ഞാനതിനെ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നു. മറ്റു അതിൻ്റെ പക്ഷേ ഇവർ ആധാരം എഴുതിയപ്പോൾ എന്തൊക്കെയോ അതിനകത്ത് കൃത്രിമം നടന്നതായിട്ടുള്ളതാണ് എൻ്റെ അറിവിൽപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ അത് ദൈവം ക്ഷമിക്കുകയില്ല. വേറെന്താണ് ഒരാൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കില്ല. കാണിച്ചൊക്കെ വൃത്തിയാണ്. അത് സത്യവും. പിന്നെ എന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജയരാജിന് ചോദിച്ചു. സത്യം പൈസ കൊടുത്തില്ല. അതിനേക്കാൾ പ്രശ്നം വിശ്വസിച്ചതിൽ ഈ വീട് പേര് അറിയപ്പെട്ടത് അവൻ്റെ പേരില്ല. ഇതൊരു വാടകയാണ്. ജയരാജിനെ സംബന്ധിച്ച് ഇവർക്ക് തിരിച്ചു കൊടുക്കാനാണെങ്കിൽ 15-20 രൂപയല്ലോ. ജയരാജ് 25 രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജയരാജിന്റെ വീട്.
ചില സത്യങ്ങൾ എത്ര മൂടി വെച്ചാലും ഒരു നാൾ പുറത്തു വരും. ഇതുപോലെയുള്ള കള്ളക്കഥകളാൽ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ ആളുകളാണ് അപ്രത്യക്ഷമായിട്ടുള്ളത്. ഇവരും അങ്ങനെ ആവാതിരിക്കട്ടെ. കേരള ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുധീഷിനൊപ്പം സജീവ് CV.